ഹായ് ഹലോ. അപ്പോൾ പതിവുള്ള പോലെ നല്ല മഴയുള്ള ദിവസമാണ്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി മഴയാട്ടോ. ഒരു തുള്ളി തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം ഇതുപോലെ വീണ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പുറത്തുള്ള എന്തെങ്കിലും പരിപാടികൾ നടക്കുകയുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ അച്ഛനും മോളും കൂടെ പാല് വാങ്ങാൻ പോവാണ് കേട്ടോ. മോള് രാവിലെ ഏക്കാറുള്ള പതിവൊന്നുമില്ല. പിന്നെ ഇന്നെന്തോ രാവിലെ അങ്ങ് ഏറ്റു കഴിഞ്ഞാൽ പിന്നെ വേണം എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയേ പറ്റുള്ളൂ. അതുകൊണ്ട് മോളെയും കൊണ്ടാണ് കേട്ടോ പാലിന് പോയത്. പിന്നെ ഇതാ ചമ്മന്തിയും ദോശയാണ് നമുക്കിന്ന്. രാവിലെ തന്നെ തേങ്ങ ചിരകി ചമ്മന്തി അരച്ചിട്ടുണ്ട്. അങ്ങനെ ചമ്മന്തിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞതാ. ഇനി നമുക്ക് ദോശയുടെ പരിപാടിയിലോട്ട് കടന്നപ്പോഴാണ് ആ ഒരു നഗ്ന സത്യം എനിക്ക് മനസ്സിലായത്. ഇന്നലെ അരച്ച് വെച്ച ദോശ ഒരു ശകലം പോലും പൊങ്ങി വന്നിട്ടില്ല കേട്ടോ. ദോശ മാവ് ഒരു ശകലം പോലും പൊങ്ങി വന്നിട്ടില്ല കേട്ടോ. എങ്കിലും ഈസ്റ്റ് ഇട്ട് അരച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ദോശ ക്ലിയറായി വന്നിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഇതല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ദോശ അങ്ങനെ തന്നെ ചുട്ടെടുത്തേ. പാപി ചെന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ ദോശ എടുത്ത് കല്ലിലോട്ടൊഴിച്ചതും ദോശ ഒരുമാതിരി കുഴാന്നിരിക്കുന്നു. ചട്ടി ചൂടാകാതെ ദോശമാവ് ഒഴിച്ചു കഴിഞ്ഞാൽ അത്രയല്ലേ നടക്കുള്ളൂ. എന്തായാലും അതങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ലപോലെ മുരിച്ചെടുത്തപ്പോഴത്തേക്കും അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം മോൻ എണീറ്റപ്പോൾ മോന് കുറുക്കൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി ഇതൊന്നുമല്ല. ഒരു ലോഡ് തുണികൾ ഇങ്ങനെ അട്ടിയായിട്ട് ഒരു സുഖമില്ലാതെ കിടപ്പുണ്ട്. എത്ര തവണ വൃത്തിയാക്കിയാലും വൃത്തിയായി കിടക്കാത്ത ഒരിടം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ചേട്ടായിയുടെ മാത്രമല്ല, എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോഴത്തേക്കും 100 എണ്ണം പെറുക്കിയിടും. അത് കഴിഞ്ഞിട്ട് അതെല്ലാം എടുത്ത് കുമിഞ്ഞു കൂട്ടി അതിൻ്റെ അകത്തോട്ട് കൊണ്ടിടും. പിന്നെ ഇത് വൃത്തിയാക്കലും പെറുക്കലും തന്നെയാണ് പണി. വേനലാകുമ്പോൾ ഇത്രയും പ്രശ്നം തോന്നില്ല കേട്ടോ. പക്ഷേ ഈ മഴയാകുമ്പോൾ തന്നെ നമുക്ക് തുണിയും എല്ലാം കൂടി ഇങ്ങനെ അടിഞ്ഞു കിടക്കുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുവേ. ഒന്നും അല്ലെങ്കിലും ഈ തുണിയെല്ലാം ഇങ്ങനെ ചെറിയ നനവോട് കൂടി ആയിരിക്കുമല്ലോ കിടക്കുക. പിന്നെ വലിയൊരു ഫർണിഷ്ഡ് അല്ലാത്ത വീടായതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിലുള്ള ഭിത്തിയിലെ അലമാരിയിലും ഒക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ തുണിയെല്ലാം നനഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്നും എടുത്ത് കുടഞ്ഞ് നല്ല വൃത്തിയിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ പൂപ്പൽ പിടിക്കുമോ കരിമ്പനടിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവേ. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം അത്യാവശ്യം പണികളെല്ലാം തീർന്നിട്ടുണ്ട്. ചോറും കറികളെല്ലാം ഇങ്ങനെ ആക്കി തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തുണിയുടെ അടുത്തേക്ക് തിരിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുണികളെല്ലാം കൊണ്ടുവന്ന് ഞാനും മോളും കൂടെ സോഫയിൽ കൂട്ടുകയാണ്. ഈ സോഫയിൽ കൂട്ടിയ തുണികളെല്ലാം ഇനി ഇരുന്ന് മടക്കണം കേട്ടോ. അപ്പം നിലത്തെല്ലാം തണവായതുകൊണ്ട് തന്നെ നല്ലൊരു ബെഡ്ഷീറ്റ് എടുത്ത് നിലത്ത് വിരിച്ചതിന് ശേഷം തുണിയെല്ലാം നല്ലപോലെ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം മഴ തോർന്നൊരു സമയമാണ് കേട്ടോ. പിന്നെ മോനും മോളും കൂടെ വയറൊക്കെ നിറഞ്ഞതുകൊണ്ട് തന്നെ അത്യാവശ്യം കളിയിലും ആയിരുന്നു. അപ്പോൾ വേഗം തന്നെ തുണിയെല്ലാം ഒന്ന് മടക്കി വെക്കാമെന്ന് ഓർത്തേ. അപ്പോൾ എല്ലാം നല്ല വൃത്തിക്ക് മടക്കി വെക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം എടുത്ത് തിരിച്ചൊന്ന് സെറ്റ് ചെയ്യലാണ് അതിനപ്പുറത്തെ ഒരു പരിപാടി. അപ്പോൾ അങ്ങനെ തുണികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടാത്ത തുണികളൊക്കെ കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നതാണ് തുണി. ഇപ്പോൾ നമുക്ക് ഇല്ലാത്തവർക്ക് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ. അങ്ങനെ അടുത്തുള്ളവരൊക്കെ വന്ന് വാങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും നല്ലപോലെ വിശന്നപ്പോൾ പോയി ചോറും കറികളെല്ലാം എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ പോലെ തന്നെ പുളിശ്ശേരിയും പയർ തോരനും മീൻ വറുത്തതും ഒക്കെ ആയിരുന്നേ. ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ ദൈവമേ ആ ഒരു അവസ്ഥ കണ്ടത്. വല്ലാത്ത ജാതി മഴ എന്ന് പറഞ്ഞാൽ കാറ്റും മഴയും എല്ലാം കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ, അതായത് ഈ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിലൊക്കെ കുറേ പ്ലാവ് നിൽപ്പുണ്ടായിരുന്നേ. ഈ കഴിഞ്ഞ വേനക്ക് എല്ലാം മുറിച്ച് കളഞ്ഞു കേട്ടോ. എല്ലാവരും മുറിച്ചെടുത്തിട്ടുണ്ട്. മഴയാകുമ്പോഴത്തേക്കും ചക്ക വീണ് വണ്ടിക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ ഇല്ലെങ്കിൽ. അപ്പോൾ അതെല്ലാം മുറിച്ച് മാറ്റിയപ്പോൾ നന്നായിട്ട് കാറ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ. തൈ റബ്ബറാണ് ഇതെല്ലാം. നന്നായിട്ട് കാറ്റ് പിടിക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് വീഡിയോ ഇത്രേ എടുത്തിട്ടുള്ളൂ. ഈ മഴയ്ക്കും കാറ്റിനും കറണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കറണ്ടൊക്കെ പോയി ഇരുളടഞ്ഞ് മൊത്തത്തിൽ ഇരുട്ടായിരിക്കുന്നു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.